ഹായ് ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇറച്ചിക്കറി എങ്ങനെ എളുപ്പത്തിൽ കുക്കറിൽ വേവിച്ചെടുക്കാം എന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യം നന്നായി കുനുകുന അരിഞ്ഞെടുക്കുക സവാള. അതിനുശേഷം പച്ച സവാള ആയതുകൊണ്ട് തന്നെ വേവാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് കുക്കറിൽ ഒരു 4-5 വിസിൽ അടിച്ചെടുക്കുക. ആ സമയം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി തല്ലിയെടുക്കുക. ഇറച്ചി ആ സമയം കഴുകി വേവണ സമയം കൊണ്ട് കഴുകി നന്നായി ഫ്രഷായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് തിളച്ച് വരുന്ന എണ്ണയിലേക്ക് ഈ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ച വെളുത്തുള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോൾ ഒരു ബ്രൗണിഷ് കളറാവും. അതുവരെ നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക. നന്നായി വഴറ്റി വരുമ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും. അതിനുശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ച കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ സവാള നമ്മളെടുത്ത് ഊറ്റിയതിന് ശേഷം ആ സവാളയും കൂടെ ഈ എണ്ണയിലോട്ട് തട്ടിക്കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. അപ്പം തന്നെ പച്ച സവാള നന്നായിട്ട് വെന്ത് കാണും. കുക്കറിൽ അടിച്ചത് കൊണ്ട് തന്നെ പച്ച സവാള കൊണ്ട് വേവാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കുക്കറിൽ 4-5 വിസിൽ കേൾക്കുന്നത് വരെ അടിച്ചെടുക്കുന്നത്. അതിലേക്ക് നമ്മൾ ഒരു തക്കാളിയും കൂടെ ഇട്ട് നന്നായി വഴറ്റി വരുമ്പോൾ തന്നെ നല്ല ഇതായിരിക്കും. അതിലോട്ട് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റി നല്ല പരുവപ്പെടുത്തി എടുക്കുക. അതിലേക്കാണ് നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി തട്ടി കൊടുക്കേണ്ടത്. നല്ല വഴറ്റിയെടുക്കുമ്പോൾ തന്നെ നല്ലൊരു മൂത്തൊരു മണവും എല്ലാം ഉണ്ടാവും. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ചേർത്ത് നന്നായിട്ട് വീണ്ടും വഴറ്റിക്കൊണ്ട് തന്നെ ഇരിക്കുക. അടി പിടിക്കും. അത് നമ്മൾ സൂക്ഷിച്ച് വേണം വഴറ്റാൻ. നല്ലതുപോലെ സൂക്ഷിച്ച് വഴറ്റിക്കൊണ്ടിരിക്കുക. അതിനുശേഷം ആവശ്യത്തിന് നമ്മൾ ഇത് വഴറ്റി വന്ന് ഇതുപോലെ മൂത്ത് എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം വീറ്റി കൊടുക്കുക. ഇറച്ചി ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കിണ്ടുകയും ചെയ്യുക. നന്നായി ഇളക്കി കൊടുക്കുക. മല്ലിമുളകും മൂത്ത് വന്നതിന് ശേഷം ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം കുറച്ച് ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടെ വീറ്റിയതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഇത്തപ്പല്ലവും കൂടെ വഴറ്റി നന്നായി എടുക്കുക. എല്ലാ സൈഡിലും അരപ്പെല്ലാം പറ്റണം. ആ രീതിക്ക് വേണം നമ്മൾ വഴറ്റി എടുക്കുവാൻ വേണ്ടി. എല്ലായിടവും നല്ലതുപോലെ ആയത് മാത്രമേ ആ അരപ്പെല്ലാം സവാളയിലെല്ലാം പിടിക്കുകയുള്ളൂ. നന്നായിട്ട് നമ്മൾ കുക്കർ വേവിച്ചത് കൊണ്ട് തന്നെ നന്നായിട്ട് നമ്മൾ സവാളയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ സവാള കിരികിരിക്കിര നമ്മൾ കഴിക്കുമ്പോൾ അതിന് വേണ്ടിയാണ്, ഉടയാൻ വേണ്ടിയാണ് നമ്മൾ സവാള വേവിച്ചെടുക്കുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം ഇറച്ചി നമ്മൾ അതിൽ തട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇറച്ചിയും കൂടെ ഇട്ട് മസാലയും എല്ലാം കൂടെ ഇട്ട് നമ്മൾ നന്നായിട്ട് അതിൽ തട്ടുക. ഇതിൻ്റെ കൂടെ നമ്മൾ പെരിഞ്ചീരവും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് പറഞ്ഞില്ലായിരുന്നു. ആ പെരിഞ്ചീരവും അതിൽ കൂടെ ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് എല്ലായിടവും മിക്സ് ആവണം. നന്നായിട്ട് ഇളക്കി മറിക്കുമ്പോൾ തന്നെ നല്ലൊരു ഇതായിരിക്കും അതിലുണ്ടാകുന്നത്. എന്നിട്ട് ആവശ്യത്തിന് മല്ലിപ്പൊടിയല്ല പെരിഞ്ചീരകം ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ വീഴ്ത്തി കൊടുക്കുക. എന്നിട്ട് നന്നായി വീണ്ടും ഇളക്കി കൊടുക്കുക. ഇളക്കാൻ വിട്ട് പോകരുത്, അടിയിലോട്ട് പിടിക്കും. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. എന്നിട്ട് ആവശ്യത്തിന് കുറച്ചും കൂടെ വെള്ളം വീഴ്ത്തിയതിന് ശേഷം നമ്മൾ അതിനെ തിളപ്പിക്കാൻ വേണ്ടി ഇടുക. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ നല്ലതുപോലെ തിളച്ചൊക്കെ വരും. അതുവരെ നമ്മൾ ചിക്കൻ തിളച്ച് കഴിഞ്ഞു. 5 മിനിറ്റ് 6 മിനിറ്റ് 10 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് തിളച്ച് കഴിയും. നന്നായി തിളച്ച് വെന്ത് നമുക്ക് കഴിക്കാൻ പരുവമായിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്.